ഒരു കാലത്ത് ക്രിസ്തുവിൽ വിശ്വസിച്ചവരെ ഭയപ്പെടുത്തുകയും മുറിവേൽപ്പിക്കുകയും അവരെ നിഷ്കരണം കൊന്നുകളയുകയും ചെയ്തൊരു മനുഷ്യനുണ്ടായിരുന്നു ശൗൽ. അവൻ അവരുടെ വീടുകളെ തകർത്തു കളഞ്ഞു, പുരുഷന്മാരെയും സ്ത്രീകളെയും തെരുവുകളിലൂടെ വലിച്ചിഴച്ചു. സഭയെ നശിപ്പിക്കണമെന്ന ഒരു തീ മാത്രം അവന്റെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നു. ദമസ്കോസിലെ വിശ്വാസികളെയും തടവിലാക്കണമെന്നും അവരെ നിഷ്കരണം ഇല്ലാതെയാക്കണമെന്നുള്ള ആഗ്രഹത്തോടെ പുരോഹിതന്മാരിൽ നിന്ന് അധികാരപത്രം വാങ്ങി അവൻ കുതിരപ്പുറത്ത് യാത്ര തിരിച്ചു, കോപത്തോടെ, ഉറച്ച ലക്ഷ്യത്തോടെ. പക്ഷേ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ എത്തുമ്പോൾ അപ്രതീക്ഷിതമായി ആകാശത്തു നിന്നൊരു അതിശക്തമായ വെളിച്ചം അവനെ നിലത്തേക്ക് വീഴ്ത്തിക്കളഞ്ഞു. അന്ധതയുടെ ഇരുട്ടിൽ വിറങ്ങലിച്ചു നിന്ന ശൗലിന്റെ കാതുകളിലെ ശബ്ദം മുഴങ്ങി, ശൗലേ, ശൗലേ, നീ എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത്? ഭയത്തോടെ അവൻ ചോദിച്ചു, കർത്താവേ, നീ ആരാകുന്നു? അവന് ലഭിച്ച മറുപടി ഇങ്ങനെയാണ്, ഞാൻ നീ ഉപദ്രവിക്കുന്ന യേശുവാണ്. അതെ, നീ എത്ര ദൂരം ഓടി ഒളിച്ചാലും സഭയെയും ദൈവത്തെയും മുറിവേൽപ്പിക്കുന്നവനായാലും ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ, അവൻ നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അവൻ നിന്റെ പേരുമാറ്റും, നിന്നെ അവന്റെ സ്വന്തമാക്കുകയും ചെയ്യും.